ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിന് എന്താണ് ദേവസ്വം ബോർഡുമായിട്ടുള്ള ബന്ധം? എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ അയ്യപ്പന്റെ സ്വത്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 39 ദിവസം കൊണ്ടുപോകാനുള്ള അനുമതി എവിടെ നിന്ന് ലഭിച്ചു? ഈ വിഷയത്തിനകത്ത് കൃത്യമായ പ്രതികരണം നടത്തിയ UDF നേതാക്കന്മാർ തന്നെയാണ്. ബഹുമാന്യായ പ്രതിപക്ഷ നേതാവിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? നമ്മുടെ ഇവരുടെ കപട അയ്യപ്പ സംഗമം നടത്തി, ആ അയ്യപ്പ ഭക്തിയുടെ പേരിൽ നടത്തിയ കപട അയ്യപ്പ സംഗമം എന്ന് ആദ്യം പറയും UDF തന്നെയാണ്. എന്താണ് പെട്ടെന്ന് എന്താണ് ഇവർക്കൊരു അയ്യപ്പനോടൊരു സ്നേഹം വന്നത്? ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നടന്ന കൊടിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആദ്യം ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് UDF ആണ്, കോൺഗ്രസ് ആണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏറ്റവും അധികം ബന്ധമുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്താണ്. കാരണം കേരളത്തിലെ ഒരു സഖാക്കന്മാർക്കും അദ്ദേഹത്തിന്റെ അടുത്ത് നേരെ പോയി ഒരു ഫോട്ടോ എടുക്കാൻ പോലും അധികാരമില്ലാത്തൊരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംസ്ഥാന പോലീസിന്റെ മേധാവിയും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ശബരിമലയിലേക്കുള്ള വാഹനത്തിന്റെ താക്കോൽ കൈമാറുന്ന രംഗം പോലും നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എന്ത് സ്വാധീനമാണ് ഇവിടെ ഉള്ളത്? ഇപ്പോൾ കേരളത്തിലെ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ സമയത്ത്, ഈ റൂളിംഗ് പാർട്ടി നടക്കുന്ന സമയത്ത് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള, കോൺഗ്രസിൽ നിന്ന് പോയ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ സമയത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലൊരു ആരോപണം വരുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? ഇവിടെ തൊട്ട് മുമ്പായിട്ടിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പത്മകുമാർ പറയുകയാണ് ഇത് സ്വർണ്ണപ്പാളിയിലെ ചെമ്പാണെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇവിടെ ഏത് കാലഘട്ടത്തിലാണ് അഴിമതി നടന്നതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാവുന്നതല്ലേ? പൊതുസമൂഹത്തിന് മുന്നിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ പരിശോധിച്ചാൽ മതി. പിന്നെ രണ്ടാമതൊരു കാര്യം, ദേവസ്വം ബോർഡ് ദേവന്റെ സ്വത്തുക്കൾ സൂക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ മാനുവലിനകത്ത് കൃത്യമായ രേഖകൾ പറയുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെതായ ചുമതലകളുണ്ട്. ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിന്റെ ആ ഒരു പർട്ടിക്കുലർ ആ ഏരിയയിൽ വരുന്ന എന്തെങ്കിലും ഒരു വികസനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡിങ്ങോ, ഈ പറയുന്ന പോലെ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിന് എന്താണ് ദേവസ്വം ബോർഡുമായിട്ടുള്ള ബന്ധം? എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ അയ്യപ്പന്റെ സ്വത്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 39 ദിവസം കൊണ്ടുപോകാനുള്ള അനുമതി എവിടെ നിന്ന് ലഭിച്ചു? ഇവിടെ 1999 വിജയമല്യ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി തന്നെ അവിടെ സ്വർണം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി, സ്വർണ്ണ പാളി നൽകുന്ന സാഹചര്യമുണ്ടായി, ദേവപാലക വിഗ്രഹത്തിന് സ്വർണം പൂച്ചുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ദേവസ്വം രേഖകളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഒരു പച്ച പരമ യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് 2019 ദേവസ്വം ബോർഡ് തന്നെ കൊടുക്കുന്ന ആ ഒരു സർക്കുലറിനകത്ത് അത് ചെമ്പ് പാളിയാണ്, ചെമ്പ് തകിടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡിന് എങ്ങനെ അവിടെ അത്തരത്തിൽ അന്ന് ഈ പറയുന്ന ഒരു സർക്കുലർ കൊടുക്കാൻ കഴിയും? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ഈ പറയുന്നത് പോലെ ആ ഒരു തകിട് കൊടുത്തുവിടാനായി കഴിയുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡുമായിട്ടുള്ള ബന്ധം എന്താണ്? ദേവസ്വം ബോർഡ് മന്ത്രിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ LDF സർക്കാരുമായി, ഈ ഗവൺമെന്റുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മൾ ആഴത്തിലൊന്ന് പരിശോധിക്കേണ്ടത് ഏത് തരത്തിലാണ്. ഇപ്പോൾ നമ്മൾ വ്യക്തിപരമായി നമ്മൾ എടുക്കുക, നമ്മുടെയൊക്കെ വീട്ടിലൊരു സ്വർണ്ണാഭരണം പോലും നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ ബാങ്കിൽ ലോക്കറിൽ വെക്കാനോ അല്ലെങ്കിൽ ഗോൾഡ് പണയം വെക്കാനോ നമുക്ക് കൊടുത്തുവിടാൻ കഴിയില്ല. എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ദേവന്റെ സ്വത്തായിട്ടുള്ള, ദേവസ്വം ബോർഡിന്റെ സ്വത്തായിട്ടുള്ള, സർക്കാരിന്റെ സ്വാധീന വലയം അത്രമാത്രം സംരക്ഷണത്തിലിരിക്കുന്ന ഈ അയ്യപ്പന്റെ സ്വത്തുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ബന്ധവും ദേവസ്വം ബോർഡുമായിട്ടോ ഗവൺമെന്റുമായിട്ടോ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ടോ ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് പോകുന്നു? ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം തന്നെയാണ്. വിഷയങ്ങളൊക്കെ ആദ്യത്തെ ദിവസം മുതൽ, അതായത് ഈ ആദ്യം ഇത് കോടതിയുടെ അറിവില്ലാതെ കൊണ്ടുപോയി എന്ന വിവരം പുറത്തു വരികയും പിന്നീട് 2019 ഇത് സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയി, അത് ആരുടെയും അനുമതിയോ അല്ലെങ്കിൽ സാന്നിധ്യമോ ഇല്ലാതെയാണ് എന്ന് കോടതി ഉത്തരവിൽ നിന്ന് തന്നെ വ്യക്തമായ ദിവസം മുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ അതിനൊന്നും കൃത്യമായ മറുപടി ഉണ്ടാകുന്നില്ല. ആകെ ഉണ്ടാകുന്നത് മാനുവലിൽ ഒരു ലംഘനമുണ്ടായി, അത് സംഭവിച്ചതാണ് എന്ന കാര്യത്തിൽ മാത്രം ഒരു സ്ഥിരീകരണമാണ്. പക്ഷേ അതാണ് ഈ കാര്യങ്ങൾക്ക് മുഴുവൻ വഴിവെച്ചതെന്നും അതിന്റെ ഗൗരവ സ്വഭാവം അത്രയേറെ ഉണ്ടായി, അത്രയേറെയാണ് എന്നതും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പോലും യാതൊരുവിധ മറുപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.